ഹലോ, നിങ്ങളുടെ പ്രണയത്തിലോ ദാമ്പത്യത്തിലോ എപ്പോഴെങ്കിലും വല്ലാതെ നിരാശ തോന്നിയ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടോ? ഒന്നാലോചിച്ച് നോക്കൂ. ഒരു വലിയ പ്രശ്നമുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു തർക്കം നടക്കുമ്പോഴോ നിങ്ങളുടെ പങ്കാളിക്ക് ഒരിക്കൽ പോലും തങ്ങളുടെ തെറ്റ് സമ്മതിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഒരുപക്ഷെ അവർ ചെയ്യേണ്ട വളരെ ചെറിയൊരു കാര്യമായിരിക്കാം. കറണ്ട് ബില്ലടയ്ക്കാൻ മറന്നതാകാം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ മറന്നതാകാം. നമ്മളതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ തർക്കിച്ച് അവസാനം നമ്മളെക്കൊണ്ട് തന്നെ മാപ്പ് പറയിപ്പിക്കുന്ന അവസ്ഥ. ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മളെ വല്ലാതെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന ഈ സ്വഭാവത്തിന് പിന്നിലെ യഥാർത്ഥ സയൻസ് എന്താണെന്നാണ്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാ തെളിവുകളും സത്യങ്ങളും അവരുടെ ഭാഗത്താണ് തെറ്റെന്ന് വളരെ വ്യക്തമായി കാണിച്ചാലും അവരത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, കുറ്റം മുഴുവൻ നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ദേഷ്യവും നിരാശയുമൊക്കെ തോന്നും, അല്ലേ? ഇത് കാണുമ്പോൾ അവർക്ക് വലിയ ഈഗോ ആണെന്നോ അല്ലെങ്കിൽ വലിയ അഹങ്കാരമാണെന്നോ മറ്റുള്ളവർ പറഞ്ഞേക്കാം. ചിലപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയാകും ചിന്തിച്ചിട്ടുണ്ടാകുക. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല. നമ്മെ മാനസികമായി വല്ലാതെ തളർത്തുന്ന ഈ അവസ്ഥയ്ക്ക് പിന്നിൽ കേവലം അഹങ്കാരമല്ല, മറിച്ച് വ്യക്തമായ മറ്റു ചില കാരണങ്ങളുണ്ട്. മനുഷ്യന്റെ തലച്ചോർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ കിടപ്പ്. അതുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സൈക്കോളജിക്കൽ ഓട്ടോപ്സിയാണ്. വെറും അഹങ്കാരമായി പുറമെ തോന്നുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ 5 നിർദ്ദിഷ്ട മനഃശാസ്ത്രപരമായ പരിമിതികളിൽ അധിഷ്ഠിതമാണ്. അവ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിംഗ്, വിയോജിപ്പ് എന്നാൽ അനാദരവാണെന്ന് തോന്നൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ, പിന്നെ അമിത ആത്മവിശ്വാസവും അറിവില്ലായ്മയും. ഈ 5 കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിലൂടെ മനുഷ്യന്റെ പെരുമാറ്റത്തെ വളരെ വ്യത്യസ്തമായൊരു കോണിലൂടെ കാണാൻ നമുക്ക് സാധിക്കും. ഇതിൽ ഒന്നാമത്തെ കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിംഗ്. എന്തുകൊണ്ടാണ് ചില ആളുകളുടെ തലച്ചോറിന് ഒരു തർക്കത്തിലെ യാഥാർത്ഥ്യങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്ന് നമുക്ക് നോക്കാം. മനഃശാസ്ത്രത്തിൽ ഇതിനെ കോഗ്നിറ്റീവ് റിജിഡിറ്റി എന്നാണ് വിളിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഫ്ലെക്സിബിളായി ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ. കാര്യങ്ങളെ അതിന്റെ സങ്കീർണതകളോടെ കാണാതെ ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന രണ്ടറ്റങ്ങളിൽ മാത്രം കാണുന്ന അവസ്ഥയാണിത്. ഇത്തരക്കാർക്ക് കാര്യങ്ങളെ വളരെ വിശാലമായി ചിന്തിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ബില്ലിന്റെ ഉദാഹരണം തന്നെ ഒന്നുകൂടി എടുക്കാം. അവർ ബില്ലടയ്ക്കാൻ മറന്നുപോയി. ഈയൊരു മെന്റൽ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ ചെറിയ തെറ്റ് സമ്മതിച്ചാൽ തങ്ങളൊരു മോശം പങ്കാളിയാണെന്നും തങ്ങൾ പൂർണ്ണമായും പരാജയമാണെന്നും അവർ ഭയക്കുന്നു. ആ ഒരു പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ആ തെറ്റ് പൂർണ്ണമായും അങ്ങ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് നോക്കൂ. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരക്കാരുടെ ലോകം കൃത്യമായി ഈ 2 ഭാഗങ്ങൾ മാത്രമുള്ളതാണ്. ഒന്നുകിൽ 100% ശരി, അല്ലെങ്കിൽ 100% തെറ്റ്. ഇതിനിടയിലുള്ള യാതൊരു സാധ്യതകളും അല്ലെങ്കിൽ ഒരു ഗ്രേ ഏരിയ അവർക്ക് കാണാൻ കഴിയില്ല. ഒരു തർക്കമുണ്ടാകുമ്പോൾ 2 പേർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നോ അല്ലെങ്കിൽ തെറ്റുകൾ ഇരുവശത്തുമുണ്ട് എന്ന് സമ്മതിക്കുന്നതിനോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്താഗതി ഒട്ടും അനുവദിക്കില്ല. അവരുടെ മനസ്സിൽ അവർ പൂർണ്ണമായും ശരിയായിരിക്കണം, അതായത് നിങ്ങൾ പൂർണ്ണമായും തെറ്റായിരിക്കണം എന്നാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. വിയോജിപ്പ് എന്നാൽ അനാദരവ്. നിങ്ങളുടെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തെ നിങ്ങളുടെ പങ്കാളിയുടെ തലച്ചോർ എങ്ങനെയാണ് പൂർണ്ണമായും തെറ്റിദ്ധരിക്കുന്നത് എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് വളരെ കൃത്യമായി ആ അവസ്ഥയെ കാണിക്കുന്നുണ്ട്. നമ്മൾ വളരെ യുക്തിപരമായി അല്ലെങ്കിൽ ലോജിക്കലായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി അതിനെ കാണുന്നത് ഒരു പേഴ്സണൽ അറ്റാക്കായിട്ടാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ പറയുകയാണ്, എനിക്ക് കുറച്ചുകൂടി നേരത്തെ നിനക്കൊന്ന് വിളിക്കാമായിരുന്നു. ഇതൊരു സാധാരണ ലോജിക്കലായ ചിന്തയാണ്. എന്നാൽ അവരുടെ തലച്ചോർ അതിനെ വിവർത്തനം ചെയ്യുന്നത് നീ വളരെ മോശപ്പെട്ട, എന്നെ ഒട്ടും പരിഗണിക്കാത്ത ഒരാളാണ് എന്നൊരു അനാദരവായിട്ടാണ്. ഒരു കാര്യത്തെക്കുറിച്ച് തർക്കിക്കുമ്പോൾ അതിനെ യുക്തിസഹമായി ചിന്തിക്കുക എന്നത് ഇവരുടെ തലച്ചോറിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ബുദ്ധിമുട്ട് മറച്ചുവെക്കാൻ വേണ്ടി അവർ നിങ്ങളെ കേൾക്കാൻ തയ്യാറാകാതെ നിങ്ങൾക്ക് അവരോട് ബഹുമാനമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാരണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ. എന്തു പ്രശ്നമുണ്ടായാലും നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്ന, നിങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ആ സ്വഭാവം. എന്തിനാണിവർ എപ്പോഴും ഈ വിക്ടിം കാർഡ് ഇറക്കുന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു കാരണമുണ്ട്. ഇതിനെ സൈക്കോളജിയിൽ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വിളിക്കും. അതായത് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് കാരണം താനല്ല, മറിച്ച് മറ്റുള്ളവരോ സാഹചര്യങ്ങളോ ഭാഗ്യമോ ഒക്കെയാണെന്ന ആഴത്തിലുള്ള വിശ്വാസം. സ്വന്തം പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു മാനസിക ചട്ടക്കൂട് യഥാർത്ഥത്തിൽ ഇവർക്കില്ല. തങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് കാരണം പുറത്തുള്ള മറ്റെന്തോ ആണെന്ന് ഇവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ അത് അവരുടെ സ്വന്തം പിഴവാണെങ്കിൽ പോലും അവർ സ്വാഭാവികമായും ചുറ്റുപാടുകളെയോ ഓഫീസിലെ ബോസിനെയോ അല്ലെങ്കിൽ കൂടുതലായും നിങ്ങളെയോ തന്നെ കുറ്റപ്പെടുത്തും. 4. വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇമോഷണൽ ഇന്റലിജൻസിന്റെ അഭാവം എങ്ങനെയാണ് അനാവശ്യമായ വലിയ വഴക്കുകൾക്കും ബഹളങ്ങൾക്കും കാരണമാകുന്നത് എന്ന് നോക്കാം. ഇത് എങ്ങനെയാണ് പടിപടിയായി വളരുന്നതെന്ന് നോക്കൂ.
ഒരു പ്രശ്നം വരുമ്പോൾ വളരെ ശാന്തമായി പ്രതികരിക്കുന്നതിന് പകരം അവർ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ആവേശത്തോടെ പ്രതികരിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ ഫ്രസ്ട്രേഷൻ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഡിഫെൻസീവ് ആവുകയും നിങ്ങളെ തിരികെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ശാന്തമായിരുന്ന് നിങ്ങളുടെ ഭാഗം എന്താണെന്ന് കേൾക്കാൻ അവർക്ക് കഴിയില്ല. വാസ്തവത്തിൽ ഇതൊരു അറിഞ്ഞുകൊണ്ടുള്ള ആക്രമണമല്ല. സ്വന്തം ഉള്ളിലെ അരക്ഷിതാവസ്ഥകളെ മറച്ചുവെക്കാനും താൻ തന്നെയാണ് ശരിയെന്ന് സ്വയം വിശ്വസിപ്പിക്കാനുമുള്ള അവരുടെ തലച്ചോറിന്റെ ഒരു ശ്രമമാണിത്. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും കാര്യം, അമിത ആത്മവിശ്വാസവും അറിവില്ലായ്മയും. യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഇവരെങ്ങനെയാണ് ഇത്ര കോൺഫിഡൻസോടെ സംസാരിക്കുന്നത് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ അമിത ആത്മവിശ്വാസത്തെ സൈക്കോളജിയിൽ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അറിവോ അവബോധമോ കുറഞ്ഞ ആളുകൾ തങ്ങളുടെ കഴിവിനെയും ധാരണയെയും കുറിച്ച് അമിതമായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നൊരവസ്ഥയാണിത്. തങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാത്തത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കില്ല എന്നതാണ് സത്യം. അവർ നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചറിയാനോ ഉള്ള യാതൊരു കൗതുകവും അവരുടെ തലച്ചോറിനില്ല. കാരണം പുതിയ വിവരങ്ങൾ സ്വീകരിക്കുന്നതും മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കുന്നതും തങ്ങളുടെ ഈഗോയ്ക്ക് വലിയൊരു ഭീഷണിയാണെന്ന് അവർ അബോധപൂർവ്വം കരുതുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ക്രൂഷ്യലായ കാര്യമിതാണ്: നിങ്ങളുടെ പങ്കാളി എപ്പോഴും തർക്കിക്കുകയും ഒരിക്കൽ പോലും തെറ്റ് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറുമൊരു അഹങ്കാരമോ ദുരുദ്ദേശമോ മാത്രമല്ല, മറിച്ച് കാര്യങ്ങളെ യുക്തിപരമായി മനസ്സിലാക്കാനുള്ള അവരുടെ തലച്ചോറിന്റെ വലിയൊരു പരിമിതിയാണെന്ന് തിരിച്ചറിയുക. മനുഷ്യന്റെ പെരുമാറ്റങ്ങൾക്ക് പിന്നിലെ ഇത്തരം മറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്ര സത്യങ്ങളെ നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ അവരെക്കുറിച്ചുള്ള നമ്മുടെ തന്നെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറും. അവരോടുള്ള നമ്മുടെ ദേഷ്യം ചിലപ്പോൾ സഹതാപമായി മാറിയേക്കാം. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, മനുഷ്യന്റെ ഈ മാനസിക പരിമിതികളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ബന്ധങ്ങളിലെ തർക്കങ്ങളെ നിങ്ങൾ കാണുന്ന രീതി മാറ്റുന്നുണ്ടോ? ഈ പുതിയ അറിവ് തീർച്ചയായും നിങ്ങളുടെ ബന്ധങ്ങളിലെ പ്രതിസന്ധികളെ കൂടുതൽ പക്വതയോടെ നേരിടാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേവലം പുറമേ കാണുന്ന ദേഷ്യത്തിനും ഈഗോയ്ക്കും അപ്പുറം മനുഷ്യമനസ്സ് എത്രത്തോളം സങ്കീർണമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മനുഷ്യമനസ്സിന്റെ ഇത്തരം നിരവധി രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സീരീസിലെ വരും വിശകലനങ്ങൾക്കായി കാത്തിരിക്കുക. നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ വ്യക്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം.